welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ വുമൻസിനും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ കുറച്ച് ഇതിൻ്റെ ഇടയിൽ ചേർക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ഈ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി മടിക്കുകയും പേടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെനിക്ക് അറിയുന്ന ആൾക്കാർ കൂടെ ഉണ്ട് അതിനകത്ത് ഒരുപാട് പേരായിട്ട്. അപ്പോൾ മെൻസ്ട്രുവൽ കപ്പ് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ ഏതോ ഒരു വീഡിയോ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻറ്റ് കണ്ടു. അതിൻ്റെ ഇടയിൽ കണ്ടതാണ് ഒരുപാട് പേര് ചോദിക്കുകയാണ്, ഇതെന്തുവാ, ഇതിനെക്കുറിച്ച് ഇപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ള കമൻറ്റ് ഞാൻ കുറേ കണ്ടു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരും ഉണ്ട് ഇപ്പോഴും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാന്ന് വിചാരിച്ചാൽ നമ്മുടെ ലേഡീസ് വിമൻസ് പീരിയഡ്സ് ആവുന്ന ടൈം പാഡിനും ടാമ്പോൺസിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പാൻറ്റികൾ സ്റ്റിക്ക് ചെയ്യുന്നതിന് പകരം ഈ കപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ടാകുമ്പോൾ ബ്ലഡ് ഇതിനകത്ത് കളക്ട് ആകുമ്പോൾ നമ്മളത് കളഞ്ഞിട്ട് പിന്നെ റീയൂസ് ചെയ്യാണ്. ഇന്നും ആൾക്കാർ ഇത് യൂസ് ചെയ്യാൻ മടിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കുന്നതാണ്, ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ വെച്ച് കഴിയുമ്പോൾ അകത്തോട്ട് കയറിപ്പോകുമോ എന്നുള്ളത് ഒന്നാമത്തെ ഡൗട്ട്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹൈമൻ ബ്രേക്ക് ആവോ, ഓ മൈ ഗോഡ്, അങ്ങനെയുള്ളൊരു കാര്യം. ശരിക്കും ഈ രണ്ട് കാര്യങ്ങളും വളരെ പൊട്ടത്തരാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ, ഭയങ്കര പൊട്ടത്തരാണ്. അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബോഡീനെ കുറിച്ച് പഠിക്കണം, ബോഡീനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ബോഡി പാർട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പൊട്ട സംശയങ്ങൾ ഉണ്ടാവുന്നത്. അതായത് അകത്തോട്ട് കയറി പോകുന്നതൊക്കെ ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നും അല്ല നമ്മുടെ ബോഡി ഇരിക്കുന്നത്. നമുക്ക് ഏറ്റവും നല്ല സേഫായിട്ട്, ഒരു പ്രോബ്ലം ഇല്ലാതെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു മെൻസ്ട്രുവൽ കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല, ഒരിക്കലും ഇത് അകത്തോട്ട് കയറി പോകത്തില്ല. ഇത് നമ്മുടെ സെർവിക്സിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വാക്കിംഗ് പോലെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക ചെയ്യുന്നത്. സെർവിക്സിൻ്റെ അവിടെ താഴെ ചെറിയൊരു ഹോൾസ് ഉണ്ടാവും, അതുവഴിയാണ് നമുക്ക് എന്തെങ്കിലും അകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഈ ഇത്ര പോലെയുള്ളൊരു കുഞ്ഞു ഹോളായിരിക്കും അത്, അതിൽ കൂടി ഈ ഒരു കപ്പ് എന്തായാലും പോകത്തില്ല. ഫസ്റ്റ് നമ്മുടെ ബോഡിയെ കുറിച്ച് മനസ്സിലാക്കുക, നമ്മുടെ ബോഡി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അത് മനസ്സിലാക്കി തന്നെ നമുക്ക് നമ്മുടെ ഒരു 90% പേടിയൊക്കെ മാറിക്കിട്ടും. ഓക്കെ, പിന്നെ ഹൈമൻ ബ്രേക്ക് ആവുമോ എന്നുള്ളത് അതിലും വലിയ പൊട്ടത്തരം. ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താ ഞാൻ പറയേണ്ടത്, അങ്ങനെയൊന്നും ഒരിക്കലും അങ്ങ് സംഭവിക്കില്ല. നമ്മൾ ഫിസിക്കലി നല്ല ആക്റ്റീവാണ്, അതായത് നല്ല ആക്റ്റീവായിട്ട് ഓടിച്ചാടി സ്വിമ്മിങ് ഡാൻസിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി, അല്ലാതെ ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല എന്നാണ് ഇതുവരെയുള്ള എൻ്റെ അറിവ്. ഓക്കെ, ഇനി ഞാൻ പറയാം ഇത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഒരുപാട് ടൈപ്പ് ഉണ്ട്, ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, കാരണം ഇത് വീഡിയോ ലെങ്ത് ആയി പോകും. പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൈസ ലാഭിക്കാം. ഞാൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പൈസ ലാഭിക്കാം നമുക്ക്. കാരണം നമ്മൾ ഒരു വർഷം പോയിട്ട് ഒരു മാസം നമ്മൾക്ക് എന്തായാലും 2-3 പാക്കറ്റ് പാഡ് ആവശ്യമാണ്. അത് ഹെവി ഫ്ലോ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ കൂടും, അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വർഷം ആകുമ്പോഴത്തേക്ക് എന്തോരം പൈസയാണ് നഷ്ടപ്പെടുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ സംഭവം നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ഇതിനകത്ത് 10 വർഷം 10-12 വർഷം, അത് ഓരോ ബ്രാൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ ബ്രാൻഡ് 8 വർഷം എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ കൂടെയും അത്രയും വർഷം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം തന്നെ നമുക്ക് റീയൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പൈസ ലാഭിക്കാം. അടുത്ത പോയിന്റ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഫിസിക്കലി പ്രോബ്ലംസും ഉണ്ടാക്കുന്നില്ല. അതായത് വേറെ എന്തെങ്കിലും അസുഖം വരും അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും വരത്തില്ല. നമുക്ക് ഈ പാഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യുന്നതാണ് അതിലും വലിയ തലവേദന. എല്ലാ ഗേൾസിനും അറിയാം. നമുക്ക് ഒന്നിക്കും അത് കത്തിച്ച് കളയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നോർമലായിട്ട് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. മാത്രമല്ല ഇപ്പം നമ്മൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വെളിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ കപ്പ്. ഇതിന് അങ്ങനെ കത്തിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ബ്ലഡ് ഇതിനകത്ത് കളക്ട് ആയിട്ടാകുമ്പോൾ നമ്മളത് ടോയ്ലറ്റിലോട്ട് കളഞ്ഞിട്ട്
ഇത് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഈ മെൻസ്ട്രൽ കപ്പ് ഒരിക്കൽ യൂസ് ചെയ്തിട്ട് ഏതാണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ആയി വന്ന ഒരാളാണെങ്കിൽ പിന്നെ ഒരിക്കലും പാഡിനെ കുറിച്ചോ ടാമ്പോൺസിനെ കുറിച്ചോ ചിന്തിക്കില്ല. ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്. കാരണം ഇത് നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളും അത്രയും കംഫർട്ടുമാണ്. നമുക്കിപ്പം പീരിയഡ്സ് ടൈമിൽ ബാക്ക് പെയിനും വോമിറ്റിങ്, ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ ആൾക്കാർക്ക് ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഈ ഒരു കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പീരിയഡ്സ് ആണെന്ന് പോലും നമ്മൾ മറന്നു പോകും. നമുക്ക് ഓർമ്മയുണ്ടാവില്ല. എനിക്കൊരു ഒരു ദിവസം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ശരിക്കും നമ്മൾക്ക് നോർമൽ ഡേ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. നമുക്ക് ഒന്നും അറിയില്ല നമ്മൾ ശരിക്കും. ഭയങ്കര ഈസിയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാഡാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പോകണം. അതായത് ഒരു 2, 3, 4 മണിക്കൂർ കൂടുമ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകണം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു 7, 8, 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. ഫില്ലായിട്ടുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഹെവി ഫ്ലോയിലുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും കുറച്ചൊരു 4, 5 മണിക്കൂർ കൂടുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ 8, 9, 7 മണിക്കൂറോളം നമുക്ക് കണ്ടിന്യൂ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സാധനം ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, ഇത് എന്താ റബ്ബറാണെന്ന്. റബ്ബറല്ല, ഇത് സിലിക്കോൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. നമുക്ക് ഒരിക്കലും നമ്മളെ ബോഡിക്ക് ഹെയ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല, ബോഡിക്ക് വേറെ ഹാം ആയിട്ടുള്ള ഒന്നും ചെയ്യാത്ത ഒരു മെറ്റീരിയലാണ് സിലിക്കോൺ എന്ന് പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർക്ക് സംശയമാണ്, ഇത് മാരേജ് കഴിഞ്ഞവർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക, കുഞ്ഞു കുട്ടികൾ മീൻസ് അങ്ങനെയല്ല, മാരേജ് ഒന്നും കഴിയാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഡെലിവറി കഴിയാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ. ഞാൻ പിന്നെ എവിടെയോ കേട്ടിട്ടുണ്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല. എൻ്റെ ദൈവമേ, എന്തൊക്കെ ആൾക്കാർ വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരിക. അങ്ങനെയൊന്നും അല്ല. ഏത് ആൾക്കാർക്കും യൂസ് ചെയ്യാം, ഏത് പ്രായക്കാർക്കും എപ്പോഴും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, അത്രയും സേഫാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു നാക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ട്രിക്ക് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ ഇതുപോലെ ഇതിൻ്റെ പാർട്ട് 2 മറ്റോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. So bye.